ഹലോ. ആ എന്താ പാപ്പ? ഫസീലല്ലേ? ആണാണ്. ആ നീ എന്താ വരുന്നില്ല ഇങ്ങോട്ട്? ഞാനേ വരുന്നില്ല പാപ്പ. എന്തുവാടി മോളെ, ഇതെല്ലാ കുടുംബത്തിലും ഒക്കെ ഉള്ള ഇല്ലയോ ഈ പ്രശ്നം? എന്നാലും എനിക്ക് ഇനിയും വരാൻ അങ്ങ് തോന്നുന്നില്ല. അതിനെന്തോ നടന്നിവിടെ? കൊള്ളാം, പാപ്പാൻ കേട്ടതല്ലേ? എന്തുവാ? ഏതോ ഒരു പ്രശ്നങ്ങളാണ് അവിടെ പറഞ്ഞത്. എന്നെ എൻ്റെ വീട്ടുകാരും എല്ലാം, ഉമ്മായും ഭർത്താവും എല്ലാം കൂടെ. പിന്നെ ഞാൻ ഇനി വരണം അങ്ങോട്ട്. എടീ, അത് ഞാൻ കേട്ടോണ്ട് നിന്നേത്? നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ നിന്നില്ലയോ? എന്തുവാ? നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽ ഞാൻ സപ്പോർട്ട് നിന്നില്ലയോ? സപ്പോർട്ട് നിന്നില്ല. എന്തെല്ലാം ഭാഷകളാ പറഞ്ഞത്? മോളെ, ഇതെല്ലായിടത്തും നടക്കുന്നതാ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ. അതൊക്കെ ചട്ടിയും കല്ലും നമുക്ക് തട്ടിയും മുട്ടിയും നിൽക്കും. എന്നാലും ഞാനങ്ങനെ അങ്ങോട്ട് വരുന്നില്ല പാപ്പ. എനിക്ക് വയ്യ, മനസ്സങ്ങ് വല്ലാണ്ടായിപ്പോ. ഈ പറയുന്നത് കേൾക്കുന്നില്ല. എന്തുവാ? എന്റെ മനസ്സങ്ങ് വല്ലാതായിപ്പോയി. എനിക്കിനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഇനി. നീ റഷീദിനെ വിളിച്ചായിരുന്നോ? നീ റഷീദിനെ വിളിച്ചത് വല്ലതും പറഞ്ഞോ? എനിക്കായി വിളിച്ചായിരുന്നു. അവനെന്താ പറഞ്ഞേ? എന്നോട് പറഞ്ഞു നീ അങ്ങോട്ട് പോണ്ട, കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞു. എവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. നിന്റെ വാപ്പ എന്താ പറഞ്ഞേ? എന്റെ പാപ്പായും പറഞ്ഞ, അപ്പ പറഞ്ഞ എന്തോ പറയുന്നേ അവര്. എന്തോ പറയാനാ? ഒന്നും പറയുന്നില്ല. എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക്, കുറച്ച് ദിവസം ഇവിടെ നിൽക്കുന്ന പറഞ്ഞു. നീ ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ല എനിക്ക്. പറഞ്ഞ മനസ്സിലായ? ഈ നിങ്ങൾ തമ്മിലുള്ള ഈ സൗന്ദര്യ പിണക്കത്തിൽ ഇത് എന്റെ കാര്യമാണല്ലോ ഇത്. കുഴപ്പമില്ല പാപ്പ. പിന്നെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, എന്നെങ്കിലേ ശരിയാവത്തുള്ളൂ. എന്നൊക്കെയാ പറയുന്നറിയാ? ഞാൻ പട്ടിണിയാവുമല്ലോ. അത് കുഴപ്പമില്ല. പാപ്പ ഇങ്ങോട്ട് വാ. നീ എന്താ പറയുന്നേ? അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ നിന്റെ വാപ്പായും ഉമ്മായും ഒക്കെ ഇല്ലയോ? അതൊന്നും കുഴപ്പമില്ല. മോയുടെ സുഖവിവരം അന്വേഷിക്കാൻ വരുവാന്ന് പറഞ്ഞിരുന്നാ മതി. അങ്ങനെ പറയാം. അതിനെന്തുവാ? അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും പിന്നെ കാര്യം നടക്കണ്ടായോ? അത് കുഴപ്പമില്ല. നിനക്ക് പറയാൻ കുഴപ്പമില്ലെന്ന്. നിന്റെ വാപ്പായും ഉമ്മയും അവരുടെ അടുത്ത് വന്ന് എങ്ങനെ കാര്യം നടക്കും? അതൊക്കെ നമുക്ക് കുഴപ്പമില്ല. അതൊക്കെ ഞാൻ വിളിക്കാൻ തരാം. അവരെവിടെയൊക്കെ പോകത്തില്ലേ? എന്താ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക് ഇനി പോരുന്നു കഴിഞ്ഞാൽ? ഇതിപ്പം പിന്നെ അവിടെ സ്വഭാവം അറിയാവല്ലോ. നിന്റെ അമ്മായിമ്മയുടെ റുഖിയത്തിന്റെ സ്വഭാവം നിനക്ക് അറിയാവല്ലോ. അതാ എന്ത് ചെയ്യാ? എന്തൊക്കെയാ പറയുന്നത്? ഞാൻ കേട്ട് എന്തെല്ലാം പറയുന്നത്. അയ്യേ, ഞാൻ കേട്ട് അവരെ വഴക്കും പറഞ്ഞു. നീ പോയി കഴിഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു ഇവിടെ. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? ഉമ്മായി മോളോടൊരു ഇത് എന്താണ്ട് കാണാവണ പറയല്ലേ. പിന്നെ നീ പോയി കഴിഞ്ഞ് പിന്നെ അവരെന്റെ തൊളെ കയറി. ഞാൻ നിന്റെ ഒപ്പമാന്നും പറഞ്ഞു. അതാ പറഞ്ഞത്. അതാ കേട്ടോ. അപ്പൊ അന്നേരം അറിയാലോ അവരുടെ സ്വഭാവം. അപ്പൊ എന്നെ എന്തെല്ലാം പറയുന്നേന്ന് അറിയാലോ. ഞാൻ കേട്ടത് അതൊക്കെ. മോളെ ഇതെന്ന് പറയുന്നത് ഓരോ വീട്ടിലും ഇങ്ങനൊക്കെ അല്ലയോ? അവനെന്താ പറഞ്ഞ? റഷീദ് എന്താ പറയുന്നത് ഇപ്പം? കേട്ടിട്ട് പറഞ്ഞിട്ട് നീ കുറച്ച് ദിവസം ഇവിടെ നിക്കുന്നതിന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാന്. ഇവിടെ ആരും ഇല്ലല്ലോ, എന്നാലും ഇവിടെ നിൽക്കുന്നു പറയുന്നു. പക്ഷെ എന്തോ ചെയ്യാനാണ് പറ. നീ അതങ്ങ് കള. ഇനി നമുക്കൊരു പ്രശ്നം ഉണ്ടാവുകയാണെ പോകാം. അത് കുഴപ്പമില്ല. ബാപ്പ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. പിന്നെ അവിടെ അടിച്ചല്ലോ അവര് പോകാൻ പറ. ഇങ്ങോട്ട് വാ. നിന്നെ തിരക്കി കുട്ടൻ എത്ര ദിവസം കൊണ്ട് നിന്നെ തിരക്കുന്നറിയാവോ? കുട്ടനെ കാണാൻ എനിക്ക് കൊതിയായി. വാ ഇങ്ങോട്ട്. നിനക്ക് കൊതിയായെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ നിനക്ക് തന്നെ അറിയാമല്ലോ എങ്ങനെ പറ്റും. ഒന്നും കുഴപ്പമില്ല. നീ എന്താ പറയുന്നത്? നമ്മള് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയപ്പനും മരുമോളും എന്തെങ്കിലും ഒരു ഇത് ലീക്കായി പോയി കഴിഞ്ഞാലേ എന്ത് നാണക്കേടാന്നറിയാവോ? നിന്റെ വാപ്പായോ ഉമ്മായോ വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നീ പോടുന്നു. എനിക്കതാ പേടി. ഇവിടെ ആവുമ്പോ പിന്നെ ആ ഒരു പ്രശ്നമില്ല. അതെന്താ ഇങ്ങനെ ലീക്കൊന്നും ആവത്തില്ല. നിനക്കത് പറയാം. അപ്പൊ നീ കാണാനായിട്ട് ബാപ്പ വരുന്നത്രേ ഉള്ളൂ. ഇവിടുത്തെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വരുന്നെന്ന് പറഞ്ഞാ മതി. എടി, അത് നീ പറഞ്ഞ ശരിയാ മോളെ. പക്ഷെ കാര്യം എങ്ങനെ നടക്കുന്നു നീ പറ. അല്ലേ പിന്നെ ഒരു കാര്യമുണ്ട്.
അല്ലേ പിന്നെ ഒരു കാര്യമുണ്ട്. അവര് രണ്ടുപേരോട് എവിടെ പോകാനാ? എവിടെങ്കിലൊക്കെ പോവില്ലേ അന്നേരം? അല്ലേ പിന്നെ വല്ല കല്യാണത്തിനും എല്ലാം പോകുന്ന അങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്ന് നീ വിളിച്ച് വരിക. അതേപോലെ നടക്കൂ. തൽക്കാലം ഒന്ന് എന്തോ കേൾക്കാൻ വയ്യ, കേൾക്കുന്നില്ല. തൽക്കാലം ഒന്നേ സമാധാനപ്പെട്. ഞാൻ സമാധാനപ്പെടും, പക്ഷെ കുട്ടൻ കിടന്ന് വെള്ളം വെക്കുന്നു. കുട്ടനൊരു അടി കൊടുത്ത് അവിടെ ഇരുത്ത്. നിനക്കത് പറയാം. ഇവിടുത്തെ ഒരെണ്ണത്തിന്റെ മറ്റും ഭാഗം അറിയാമല്ല, ഒരു കഴമ്പിനും കൊള്ളാത്ത ഒരു തീയന്നല്ല ഇവിടെ. പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് പോകത്തുമില്ല. എക്കായിന്ന് പോയി, പിന്നെ അവിടുത്തെ എക്കായിന്ന് പോയില്ലയോ? അവൻ പോയി. അവന് എന്റെ അടുത്ത് വന്നേച്ച് ഈ കാര്യങ്ങൾ എന്തുവായിരുന്നൊക്കെ ചോദിച്ച് നിന്നെ തിരക്കി, ശ്രീലാന്റിയൻ തിരക്കി. ഞാൻ പറഞ്ഞു ഇതുവരെ ആയിരുന്നടാ, അമ്മായിയമ്മയും മരുമോളും നാത്തൂനും കൂടി ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നു. എന്നൊക്കെ ഞാൻ പറഞ്ഞ കാര്യം നിന്നെ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു നീ ഇതുവരെ പണങ്ങി പോയെന്ന് പറഞ്ഞു. വിളിച്ചില്ലല്ലോ പറഞ്ഞില്ല. അതെന്തുവെന്ന് എനിക്കറിയത്തില്ല. വിളിച്ചോന്നറിയാൻ വയ്യേ? എന്തുവന്നൊന്നും പറഞ്ഞു. പിന്നെ അവനൊന്നും പറഞ്ഞില്ല, അതൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞെന്ന് പറഞ്ഞ അവൻ എന്നെ കാര്യം തന്നെ. എനിക്ക് തോന്നുന്നത് അവൻ നിന്റെ ഭർത്താവ് നിന്റെ കെട്ടിയവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് അവൻ അന്വേഷിക്കാൻ വന്നയാന്ന് തോന്നുന്നു എനിക്ക്. അവൻ കൊച്ചാപ്പാടുത്ത് വിളിച്ച് പറഞ്ഞതാണ്. എനിക്ക് അങ്ങോട്ട് വരാനേ തോന്നുന്നില്ല പപ്പ. എന്റെ പൊന്നെ എനിക്ക് വയ്യ. പറയാനാന്ന് പറ. ഞാൻ അവർക്ക് നുസൈബാക്ക് കൊടുത്ത് ചീത്ത, പിന്നെ നിന്റെ അമ്മായിയമ്മയ്ക്കും കൊടുത്ത്. കൊടുത്തപ്പോ രണ്ടും കൂടെ ചാടി എന്റെ തോളയിലായി. ഇനി നമ്മള് തമ്മിൽ അവരോട് അങ്ങോട്ട് പറഞ്ഞൊന്നും നമ്മളങ്ങോട്ട് പറയുന്നവർ കേക്കില്ലല്ലോ. അവരിങ്ങനെ അങ്ങ് ഇതാകുമല്ലേ. അയ്യോ പിന്നെ അതുകൊണ്ടല്ലയോ ഒന്നും നമ്മള് പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ലല്ലോ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പറയാൻ പറ്റത്തില്ല. പറയുന്ന വായിക്കേറി അങ്ങ് നമുക്ക് വയ്യ. ഞാനിവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം. ഞാൻ സമാധാനത്തോടെ ഇവിടെ ഒന്ന് നിൽക്കട്ടെ. നിനക്ക് സമാധാനം, എന്റെ സമാധാനം പോയില്ലേ? അതൊന്നുമില്ല, നമുക്ക് വിളിക്കാം. വിളിച്ചാൽ മതി. ബാപ്പ വിളിച്ചു എന്നും വിളിച്ചാൽ മതി. നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒരു കാര്യം അല്ല. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാൻ എന്നറിയോ? നിന്റെ കെട്ടിയവനെ വിളിച്ച് ഞാൻ വരുത്തി. അതപ്പം ഇങ്ങനെ അവൻ പോയതേ ഉള്ളു. ഇവിടെ കാണും ഒരു കൊച്ചു വേറെ വാടകയ്ക്ക് എടുത്തോ, അല്ലെങ്കിൽ അവന്റെ ഓഹരി ഒരു പെര വെക്കട്ടെ. അത് നീ പറയണ്ട അവന്റെ അടുത്ത്. ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ല. ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് വിളിക്കുമ്പോ ഇനിയും പറയാം. അവന്റെ ഓഹരി ഇവിടെ കിടക്കല്ലേ? പിന്നെ നിന്റെ പൈസ ബാങ്കിൽ കിടപ്പുണ്ട്, എടുത്തൊരു കൊച്ചു പേരെ തട്ടിക്കൂട്ടി മാറും. ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇപ്പൊ പറഞ്ഞു ബാപ്പ വിളിച്ചു പറ. ബാപ്പ വിളിച്ചൊക്കെ പറഞ്ഞാൽ പക്ഷെ മണ്ടത്തര കാണിച്ചു. കഴിഞ്ഞ ലീവിന് വന്നപ്പോ പറയണ്ടായിരുന്നു. അന്നേരം കേൾക്കും. ഞാൻ പറഞ്ഞ ഇപ്പൊ വേണേ പറയാം എനിക്ക് അവിടെ താമസിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ ആണല്ലോ, അവിടെ ഇവിടെ താമസിക്കാൻ വയ്യാത്തോണ്ടല്ലേ നീ പറയുന്നേ? അതുകൊണ്ടാന്ന് പറയാ. അന്നേരം പിന്നെ അത് കേൾക്കത്തില്ല അവനെ. എന്തായാലും ഞാൻ വിളിച്ചു പറയാം. പക്ഷെ അവൻ പോയതേ ഉള്ളല്ലോ. അതൊന്നും കുഴപ്പമില്ല. അത് നീ ഇപ്പം വരുമല്ലോ. ഒരു 6 മാസം കൂടെ കഴിയുമ്പോ ലീവ് കിട്ടുമെന്ന് പറഞ്ഞു. എന്നെ വിളിക്കാം. അന്നേരം നമുക്ക് പറഞ്ഞിരുന്ന അന്നേരത്തേക്ക് നോക്കാം. അല്ല എന്തായാലും ഇനിയിപ്പോ നോക്കിയേ പറ്റൂ. കാര്യം എന്താ അറിയോ? ഒന്നെങ്കിൽ പിന്നെ വാടകയ്ക്ക് എവിടെങ്കിലും താമസിക്കുക, അല്ലെങ്കിൽ മോളെ ഇവിടെ കാണാൻ നമുക്കൊരു വാടക വീട് നോക്കട്ടെ. വാപ്പ രാത്രി കൂട്ടുകിടക്കാൻ വിളിച്ചു പറ. നമുക്ക് അന്നേരം വാപ്പ ഇവിടെ വന്ന് കൂട്ടുകിടക്കാം. ആരും അറിയുന്നില്ലല്ലോ. വാപ്പല്ലേ. അന്നേരം നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. നീയും പിള്ളേർ മാത്രമല്ലേ ഉള്ളത്. രാത്രി കൂട്ടുകിടക്കാൻ വന്നൊരു സംശയം വരത്തില്ല. നല്ല ഐഡിയ ആണല്ലോ. അതല്ലാതെ ഞാൻ എന്തായാലും നോക്കണ്ടേ? എന്റെ കാര്യം പോലല്ലേ ഇപ്പൊ ഞാൻ. നിനക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ലല്ലോ. ഉണ്ടോ? ഉത്തരവാദിത്തമല്ലല്ലോ. നമുക്ക് അവിടെ നിൽക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടല്ലേ നിങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ നമ്മളവിടെ നിൽക്കില്ലേ? അപ്പൊ നീ വരുന്നില്ലെന്ന് ഉറപ്പിച്ച് കുറച്ച് ഇപ്പം നമ്മൾ അങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇതാകും. ഞാൻ അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ വിളിക്കാം പാപ്പായെ. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യ്. ഞായറാഴ്ച ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. വന്നിട്ട് നമുക്ക് നിങ്ങളുടെ വാപ്പായും പിന്നെ നീയും ഉമ്മായും എല്ലാവരും ഒന്ന് സംസാരിക്കാം. എന്താ? എല്ലാം കഴിച്ചോ നീ? ഞങ്ങൾ ചോറുണ്ട്. പാപ്പ കഴിച്ചോ?
ഞാൻ ചോറുണ്ട് വെച്ചിപ്പോ റോഡിൽ ഇറങ്ങി സംസാരിക്കുന്നത്. സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയേ? ഓ സ്പെഷ്യൽ എന്താ, മീൻകറിയും ഒരു തോരനും ഒക്കെ ഉണ്ട്. സ്പെഷ്യൽ എന്തോ എനക്ക് അറിയത്തില്ലേ ഇവിടുത്തെ സ്പെഷ്യൽ. മരുമോള് പോകുന്നതിന് ഇപ്പൊ നല്ല അടിപൊളി ആയിട്ട് അവിടെ പിന്നെ മട്ടൻ കറി ഇവിടുത്തെ ഒരു തിരില്ലേ. മട്ടൻ മേടിച്ചു കൊടുക്കാൻ എന്താ? മട്ടനും വേണ്ട കുട്ടനും സന്തോഷിക്കണം. മട്ടനും വേണ്ട കുട്ടനും വേണ്ട, സമാധാനം മാത്രം മതി. എന്നാ ശരിയടി മോളെ. എല്ലാരും എല്ലാരും വിചാരിക്കണ്ടായോ? നിന്നോടേം പറഞ്ഞിട്ട് കഥയില്ല. ഇനിയിപ്പോ ശരി, ഞാൻ ഞായറാഴ്ച അങ്ങോട്ട് വരട്ടെ, നമുക്ക് സംസാരിക്കാം കേട്ടോ. ആ ശരി എന്നാ. ശരി പാപ്പ.